വാടാ ബ്രോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അല്ലേ ഒരു ചെറിയ വ്ലോഗ് എടുത്തേക്കാന്ന് വെച്ചു. നോക്ക് ഇപ്പൊ കണ്ട അമ്മേ ഇതും കൊണ്ട് പോയാലോ? വേണ്ട, വാ. ഇവിടെ ഇത് കാണുക ന്യൂട്രാക്കിയാൽ ഇവിടെ മറ്റേ ഡ്രൈവിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ഓടാൻ ഹരം കൊണ്ടു നല്ല സ്മൂത്ത് ആണ്. നമ്മുടെ ജീനനെ നോക്കാൻ പോവാണ്. അളെത്തിയോന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം 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 വെള്ളം. ജീന ഇല്ലല്ലോ, ജീന എത്തിയിട്ടില്ല. ജീനെ കിട്ടി. ആ മോർണിംഗ് തന്നെ ഇവിടെ നല്ലൊരു വഴിയുണ്ട്, നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. മറ്റേ ഇവിടെ മുതൽ തുടങ്ങുമല്ലേ. ഇത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ നമ്മുടെ ഈദ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ആയിരുന്നു. ഇവിടെ എന്ത് രസമെന്ന് അറിയോ കാണാൻ. അടിപൊളിയില്ലേ ജീന? ജീനയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇത് സെക്രട്ടറിയേറ്റ് ബിൽഡിങ്. അതെ, ഇവിടെയാണ് ബൊട്ടാണിക്കൽ ഗാർഡന്. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഷിപ്രക്കിനോട് രാവിലെ തന്നെ ഇറങ്ങിയതല്ല, കുറച്ച് ഫോട്ടോഷൂട്ടും ചെയ്തേക്കാന്ന്. സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ, 9 മണി ആയിട്ടുള്ളൂ. രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങി. ഇവിടെ വന്ന് ചെറുക്കുന്ന മറ്റേ ഇതില് ഉണ്ട് നമ്പിക്കുന്നത് ഷാട്ടിച്ച് വീണോല് അവിടെ നിന്ന് എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ്. വേറൊരു അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോയിൽ. ഈ പൊളിയാണ് സ്ഥലം. ഹുസൈൻ പള്ളി അത് അവിടെ ടെമ്പിളാണ്. ഇതിന്റെ മറ്റേ സൈഡിൽ ടെമ്പിൾ. ഈ വഴി ഞങ്ങൾ സൈക്ലിങ്ങിനൊക്കെ വരുമ്പോൾ സ്കൈന്നൊക്കെ സൈക്ലിങ്ങിന് വരുമ്പോൾ ശരിക്കും തന്നെ ഇവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് കുറച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകുന്ന വഴിയാണ്. അതൊരു സ്ഥലം. ജീന പറപ്പിക്കില്ല. അടിപൊളിയായിട്ട് അവിടെ ഫോട്ടോ എടുക്കില്ല. നല്ല ലൈറ്റിങ്. ഇന്ന് സത്യം പറഞ്ഞൊരു മിക്സഡ് വെതർ. ഇപ്പൊ കുറച്ച് മുമ്പ് ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്ന് നല്ല ക്ലീൻ സ്കൈ. നോക്ക്, ക്ലീൻ സ്കൈ ഒക്കെ പെട്ടെന്ന് അടിപൊളി വെതർ, നല്ല ബ്രൈറ്റ് വെതർ. അപ്പൊ ഞങ്ങള് പച്ചക്കറി വന്നോന്നറിയില്ല. ഷിപ്പിന് 2 ഷിപ്പ് ഉണ്ടായിരുന്നു.
2 ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പച്ചക്കറി ഉണ്ടെന്നോ നമ്മള് വാങ്ങാൻ ഇവിടെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇന്നലെ രാത്രി കറങ്ങാൻ പോയപ്പോ പറഞ്ഞതാണ്. പച്ചക്കറി കൂടിക്കേ വേണ്ടടാ ഇന്ന് തൊട്ട് വേണ്ടി പച്ചക്കറി വന്നില്ല. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഒരു റീൽ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്തത്. എടുത്ത് ഇറങ്ങാൻ തന്നെ ചൊല്ലിക്കൊണ്ട് വന്നി ഭയങ്കര കളർഫുൾ, മുമ്പിൻ കളർഫുൾ. ഇവിടെ വെച്ചോ. ಈಗ ഇവിടെയുണ്ട് ഉള്ള നാക്കി എവിടെയുണ്ട് ഒരു ഫോട്ടോ. ശരി ശരി. കുറെ കാലം ഉണ്ട് ആഗ്രഹിക്കേണ്ട ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കട്ടെ. ഷെയ്ഡുണ്ട്, കുഴപ്പമില്ലല്ലോ. കളറൊക്കെ കണ്ടപ്പോ ഇവിടെ കയറി അടിപൊളിയല്ലേ വീഡിയോയില്. ഇത് നോക്കിക്ക ഇന്നത്തെ ഒരു വാവ്. മന്ദം ഇറങ്ങി. എൻ്റെ മോനെ വേറെ ലെവൽ ഈ വെതർ. എവിടെ ഹെലികോപ്റ്റർ എവിടെ? ഇത് ഹെലികോപ്റ്റർ രാവിലെ. ചേടാ നമുക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു അല്ലേ? ടേക്ക് ഓഫ് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. ഫോട്ടോ ഒരു പച്ചൊരു ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ക്ലിക്ക് ചെയ്യട്ടെ. ഇവിടെ ജീനെ തമ്മീനെ മാത്രം നല്ല കളർഫുൾ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഞാനിന്ന് പിന്നെ പച്ചക്കറി മേടിക്കാൻ വന്നതുകൊണ്ട് വലിയ രസമൊന്നുമില്ല. കളർഫുൾ എല്ലാവരും കൊണ്ട് അയ്യോ പൊളിയേ. ഞാൻ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ കുറെ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയില്ലേ. എല്ലാവർക്കും നല്ല കുറെ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലോ. അതെ, അത്രയും നല്ല അടിപൊളി കളറായിട്ട് നിൽക്കുന്നുണ്ട് സീ. മാത്രമല്ല നല്ല കുറെ ക്ലോസ് അപ്പ് ഷൂട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോസ് ഷെയർ ചെയ്യാം. ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് വന്നതല്ല, കണ്ടപ്പോ അടിപൊളി. ഇന്ന് ഹോളിഡേയും ആണ്. അപ്പോ കുറെ നല്ല ഫോട്ടോസ് കിട്ടി. പൊതുവെ ഈ സമയത്ത് വീട്ടില് ചുമ്മാ കുത്തിരിക്കുന്നതാണ്. പക്ഷെ ഈ സമയത്ത് വന്നപ്പോ നല്ല കളർ. എവിടെയാ ബാഗ്? എവിടെ? ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് ബാഗ് മറന്നു ബീച്ചിൽ വെച്ചിട്ട്. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് എടുക്കുമെന്നുള്ള പേരുണ്ട്. നല്ലൊരു വെതറില് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണും. ഫോട്ടോയിലൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഫേസൊക്കെ ഡള്ളാവും, എങ്കിലും നല്ല കുറെ അടിപൊളി ക്ലിക്ക് കിട്ടും. റീലാണോ? ഓക്കെ ഞാൻ അവിടെ കുറച്ച് റീൽ എടുക്കട്ടെ. നമ്മള് അടുത്ത ഇവിടുന്ന് കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഈ ലൈറ്റ് കണ്ടപ്പോ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. മോനെ ഫോട്ടോ എടുത്തോണ്ട് നിന്ന സമയത്ത് നമ്മുടെ റൈഷുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ടൈമാണ്. ആളെ ഹെലിപ്പാഡില് നഴ്സിംഗ് ഓഫീസറായിട്ടാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കുറെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ. അവിടെ എപ്പോഴും നല്ല നല്ല കുറെ ഫോട്ടോസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നും പോയി നോക്കാം. വേഗം വാ, അവനുണ്ടാവില്ല ഇവിടെ. പറക്കുന്ന സമയമായിരിക്കും. നമ്മ ഒരു ലേശം
മോനെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നേ പിന്നെ നീ എന്നും പറഞ്ഞേ ഞങ്ങൾ ഫോട്ടോന് വേണ്ടി പച്ചക്കറിക്ക് വ്ലോഗ് സത്യം പറഞ്ഞാൽ തുടങ്ങിയത് പച്ചക്കറി മേടിക്കാൻ പോണ്ടത് ഫുൾ ഫോട്ടോഷൂട്ട് അവിടെ ഭയങ്കര വലിയ ഫാനാണ് അല്ലേ ഋഷി വീഡിയോ വേണ്ട എവിടെ എവിടെ നേരാ എടുക്കലാ ബായ് റൈഷു റൈഷു ബായ് ഹെലികോപ്റ്റർ വേണ്ട വീഴ്ചയുടെ എന്ന് ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. റൈഷുനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ വേണം വേണമെന്ന്. പക്ഷെ ഇവള് നമ്മളിങ്ങനെ ക്യാമറ 3 പേർ കൂടി ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര കാറ്റ്. അപ്പൊ നല്ല വീഡിയോ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. അയ്യോ ഇന്ന് ഇത് സത്യം പറഞ്ഞ ഭയങ്കര ഒരു ലക്കി ഡേ ആണ് ചേട്ടാ. വെരി വെരി ഹാപ്പി. വെരി ഹാപ്പി അല്ല, ഇന്ന് ചിലപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ മോർണിംഗ് നമ്മൾ ഇറങ്ങാറില്ലല്ലോ. മോർണിംഗ് ഇറങ്ങുമ്പോൾ നല്ല നല്ല കുറെ കാഴ്ചകൾ കാണുന്നുണ്ടാവാം ചിലപ്പോൾ. മിസ്സായി കുറേ. പക്ഷെ നല്ല ബ്രൈറ്റ് ഡേ, മൊത്തത്തിൽ അടിപൊളി. നമ്മളെപ്പോഴും വൈകിട്ടല്ലേ ഇറങ്ങുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒന്നാമത് ഇത്ര ലൈറ്റിങ്ങും വരാറില്ല. പിന്നെ നല്ല ഇങ്ങനത്തെ കുറേ മൊമെന്റ്സ് മിസ്സാവുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകൾ. രാവിലെ തന്നെ ഇറങ്ങി ഇനി ബീച്ചിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടുകാർ വന്നെത്തുന്നതും അത് വേറെ ഒരു ടൈപ്പ് കാഴ്ചയാണ്. ഇൻഷാല്ല വേറെ ഒരു ദിവസം നമുക്ക് ബീച്ചിൽ അങ്ങോട്ട് പോവാം അല്ലേ, എല്ലാം കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പൊളി വ്യൂ. ഇവിടൊക്കെ ഇല്ലേ ഇങ്ങനെ കാണാനൊരു അടിപൊളി. പക്ഷെ നമ്മുടെ ഫേസിന് ലൈറ്റ് കിട്ടില്ല, ഭയങ്കര എല്ലാരും ഒന്നും മെല്ലിങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് തുടങ്ങിയത് പച്ചക്കറി മേടിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ചീത്ത വിളിക്കുന്നത് പച്ചക്കറി കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു ടൈം നമ്മൾ വന്നു തെക്കിലേക്ക് ഇറങ്ങി വെക്കാം. പിന്നെ പോയി ഫോട്ടോ എടുക്കണം. പിന്നെ റൈസിന് ഒരു ഡയറി അടിപൊളി. ഒരു ഡയറി പോലെ ഇട്ടില്ല. ചായ കുടിക്കാൻ എത്തിയതാണ്. നമ്മുടെ ജമീന് ചായ കൂടി നിർത്തിയിട്ട് ഒരു 10-12 വർഷമായില്ലേ. 10-12 ഒരു 5ാം ക്ലാസ് എല്ലാം പഠിക്കണ്ട ടൈം കുറി. എന്നാലും എനിക്ക് ജീവയ്ക്കും നമ്മുടെ മമ്മിക്കും
ഞങ്ങളൊക്കെ ചായ അടിച്ചു. എനിക്കല്ലെങ്കിലും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചായ കുടിക്കുന്ന ടൈമിൽ തന്നെ അങ്ങനെ കുടിക്കാറില്ലേ. ഹരമുണ്ടോ? ചായ കുടിക്കട്ടെ. പക്ഷെ എനിക്ക് പഴംപൊരി ഇഷ്ടം നമ്മുടെ ബംഗ്ലാവിൻ്റെ അടുത്ത്. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ക്രിസ്പിയാണ്, നല്ല ഫ്രഷാണ്, ചൂടൊക്കെ. അപ്പം നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ജീനയ്ക്ക് ഒരു ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. ജീനയ്ക്ക് കമ്പനിക്ക് കയറാൻ ആൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് മീൻസ് 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബ്രെഡ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ബിസ്മില്ല ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ സമീന റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടപ്പോൾ ചാടി വീണു. ഇവിടെ കുറേ നാളായിട്ട് ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. കേക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നും ആ പ്രോമിസ് കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാന്ന് വെച്ചു. അപ്പം നമ്മൾ തിരിച്ച് വന്നു, വീട്ടിലെത്തി നോക്കിയപ്പോൾ ഫേസൊക്കെ ഭയങ്കര ഡള്ള്. അത്രയും ഞങ്ങൾ അലഞ്ചിട്ടാ വന്നേ. അപ്പം എന്തായാലും നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിലും കാര്യം നടന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും വന്നെത്തിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. കാര്യം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ ഇന്നത്തെ വ്ലോഗ്. അടിപൊളി, നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്. നല്ല അടിപൊളി, മോർണിംഗ് തന്നെ അടിപൊളി. മാത്രമല്ല ഹെലികോപ്റ്റർ ആ ഒരു കാഴ്ച നമ്മൾ എപ്പോഴും ഇടയ്ക്കെങ്കിലും കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ദൂരെ നിന്നൊക്കെ ആയിരുന്നു കാണുന്നത്. ഇന്ന് നമ്മുടെ റൈഷു കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് കിട്ടി. കേറാൻ പറ്റി. ഞാൻ സത്യം പറഞ്ഞാൽ പറന്നുപോയി. ഭയങ്കര കാറ്റായിരുന്നു. ഏസലിൻ ബേബി ഉണ്ടെങ്കിൽ അവള് ശരിക്കും പറഞ്ഞാൽ വീഴുമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോ ഷെയ്ക്ക് ആവുന്നുണ്ടാവും. അപ്പൊ എടുക്കേണ്ടത് ഷെയ്ക്ക് ആ ഒരു ഭയങ്കര കാറ്റായിരുന്നു. അത് ഞങ്ങള് 3 പേരും കൂടി ഹോൾഡ് ചെയ്തൊക്കെ പിടിച്ചിട്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye bye and take care.